ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം എഴുതി, കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം റിയലി ടഫായിരുന്നു എന്ന്. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എക്സാം കുറച്ച് ടഫായി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എക്സാം ഏതാണ്? നമ്മുടെ ഫൈനൽ എക്സാമാണ്. ഓക്കെ, ഇപ്പോൾ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിലും മാത്രമേ നമുക്ക് എക്സാം ഈസി ആവുകയുള്ളൂ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് ബയോളജി. മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് പല ആവർത്തി വായിക്കുക, മാക്സിമം ക്ലാസ്സുകൾ കേൾക്കുക. അതുപോലെ നമുക്കൊരു റിവിഷൻ ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ആ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു കാര്യം കൂടി, വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ പറ്റുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് കൂടി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡിസ്കഷൻ. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, DNA അടിസ്ഥാന നിർമ്മാണ ഘടകമായ ന്യൂക്ലിയോടൈഡിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം കൃത്യമായി വായിക്കണം. ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാണ് വേണ്ടത്. റൈബോസ് പഞ്ചസാര, ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏത്? DNA അടിസ്ഥാന നിർമ്മാണ ഘടകമായ ന്യൂക്ലിയോടൈഡിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. റൈബോസ് പഞ്ചസാര. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കിട്ടിയിട്ടില്ലേ? എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടാവും. വളരെ ഈസിയാണ് ഈ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് ചുവടെ നൽകിയവയിൽ നിന്നും ശരിയായത് കണ്ടെത്തി എഴുതുക. രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അസേഷൻ റീസൺ ടൈപ്പാണ് ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്ന പ്രസ്താവന കൊടുത്തിരിക്കുന്നു. പ്രസവശേഷം മുലപ്പാൽ സ്രവിക്കാൻ പ്രൊലാക്റ്റിൻ സഹായിക്കുന്നു. അതായത് പ്രസവശേഷം മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? പ്രൊലാക്റ്റിൻ എന്ന് കൊടുത്തിരിക്കുന്നു. റീസൺ കൊടുത്തിരിക്കുന്നത്, കാരണം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്രസവശേഷം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കിട്ടിയല്ലോ? ഓപ്ഷൻസ് നോക്കുക. എ, ആർ എന്നിവ ശരി. അതായത് അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. എയുടെ വിശദീകരണമാണ് 6. ബി എന്ന് പറയുന്നത് എ, ആർ എന്നിവ ശരി. എന്നാൽ എയുടെ വിശദീകരണമല്ല 6. എ ശരി, 6 തെറ്റ്. എ തെറ്റ്, 6 ശരി. ഇതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. എ, ആർ എന്നിവ ശരിയാണ്. അതായത് അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. എന്നാൽ എയുടെ വിശദീകരണമല്ല 6. മനസ്സിലായോ? ശരിക്കും പറഞ്ഞ് ഇതാണ് ആൻസർ. പക്ഷേ ഒരു ക്ലൂ കൂടി, മീൻസ് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി നമുക്ക് അവിടെ പറയാം. എയും കൂടി ശരിയാകാനുള്ള ചെറിയൊരു സാധ്യത അവിടെയുണ്ട്. കാരണം രണ്ടും ശരിയാണ്. അതായത് പ്രസ്താവന എയും ബിയും ശരിയാണ്. പ്രസവശേഷം മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് പ്രൊലാക്റ്റിനാണ്. ഈ പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? എയുടെ ശരിയായിട്ടുള്ള വിശദീകരണമല്ല അത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അവിടെ നിന്ന്, സമ്മതിച്ചു. പക്ഷെ അത് അതിൻ്റെ വിശദീകരണമാകുന്നില്ല. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എ കൂടി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് മാർക്ക് വീണിരിക്കും. എ ആണെങ്കിൽ ചിലപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ ടീച്ചർ. ഓക്കെ, ആ വാല്യൂ ചെയ്യുന്ന ആളൊന്ന് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ കീനെ ബേസ് ചെയ്തിട്ടാണ് വരിക. എ കൂടെ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയും ആറും ശരി. എയുടെ വിശദീകരണമല്ല 6 എന്നുള്ളതാണ് പ്രോപ്പർ ആൻസർ. ഓക്കെ, പ്രോപ്പർ ആൻസർ ഓപ്ഷൻ ബി ആണ്. കിട്ടിയില്ലേ? ദെൻ മൂന്നാമത്തെ ചോദ്യം, ഓക്സിന്റെ ധർമ്മം ശരിയായി വിവരിക്കുന്ന പ്രസ്താവന ഏത്? ഇല പൊഴിക്കലിനെ ഉത്തേജിപ്പിക്കുന്നു, കാണ്ഡങ്ങളിൽ കോശ ദീർഘീകരണത്തെ ഉത്തേജിപ്പിക്കുന്നു, വിത്തിന്റെ സുപ്താവസ്ഥ നിലനിർത്തുന്നു, പഴങ്ങൾ പഴുക്കുന്നതിനെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തരം ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കാണ്ഡങ്ങളിൽ കോശ ദീർഘീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ആളാണ് ഓക്സിൻ.
അപ്പോൾ സസ്യ ഹോർമോൺ എന്ന ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ഇനി പഠിക്കണം. നമ്മുടെ ആനുവൽ എക്സാമിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. മൂന്നാമത്തെ ആൻസർ ബി ആണ്. കാണ്ഡങ്ങളിൽ കോശദീർഘീകരണത്തെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് തന്നിരിക്കുന്നതിൽ ഓക്സിൻ്റെ ശരിയായ ധർമ്മം. കിട്ടിയല്ലോ. നെക്സ്റ്റ്, പോഷക ദൗർബല്യം മൂലമുണ്ടാകുന്നതും എന്നാൽ പ്രതിരോധിക്കാവുന്നതുമായ ഒരു നേത്രരോഗം തിരിച്ചറിയാൻ ടീച്ചർ കുട്ടികളോട് ആവശ്യപ്പെടുന്നു. അവർ ഏത് തിരഞ്ഞെടുക്കും? ഓപ്ഷൻസ്: ഗ്ലോക്കോമ, തിമിരം, സീറോഫ്താൽമിയ, ഹ്രസ്വദൃഷ്ടി. തന്നിരിക്കുന്നതിൽ ആകെ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് പോഷക ദൗർബല്യം മൂലമുണ്ടാകുന്ന ഒറ്റ ഡിസീസേ തന്നിരിക്കുന്നതിലുള്ളൂ. അപ്പം അതാണ് ഉത്തരം, സീറോഫ്താൽമിയ. ഈ 4 ശരിയാണെങ്കിൽ എൻ്റെ മക്കളെ 4 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. ഈസിയാണ് ക്വസ്റ്റ്യൻ. അതിൽ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുക. അതിൽ നിങ്ങൾ മിക്കവാറും ഒന്നുകിൽ എയോ അല്ലെങ്കിൽ ബിയോ ആൻസർ ആയിട്ട് എഴുതിയിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴാനുള്ള സകലമാന സാധ്യതകളും ഉണ്ട്. ഓക്കെ, അപ്പം 4 മാർക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. നെക്സ്റ്റ്, 5ാമത്തെ ചോദ്യം. 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 2 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. 5ാമത്തെ ചോദ്യം: ഒരു രോഗിക്ക് വളരെയധികം ദാഹം, വിശപ്പ്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, മിക്കപ്പോഴും ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് മാക്സിമം ക്ലൂ കിട്ടി ഏതാണ് രോഗം എന്ന്. 1ാമത്തെ ചോദ്യം: ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട ഹോർമോണും ഉൽപാദക ഗ്രന്ഥിയും തിരിച്ചറിയുക. ഏതാണ് അവസ്ഥ? ഏതാണ്? പ്രമേഹമാണല്ലേ. പ്രമേഹമാണ് രോഗാവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട ഹോർമോണും അതിൻ്റെ ഉൽപാദക ഗ്രന്ഥികളും തിരിച്ചറിയാനാണ് 1ാമത്തെ ചോദ്യം. അപ്പോൾ ഇൻസുലിനാണ് ഹോർമോൺ അല്ലേ. ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻസുലിനാണ് ഹോർമോൺ. ഏതാണ് ഉൽപാദക ഗ്രന്ഥി? ഒന്നുകിൽ പാൻക്രിയാസ് എന്ന് എഴുതുക. പാൻക്രിയാസ് ആണ് കറക്റ്റ് ആൻസർ. ഉൽപാദക ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ പാൻക്രിയാസ് ആണ് ഉത്തരം. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് കൂടി എഴുതിയാൽ സൂപ്പറായി. കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ എന്ന് എഴുതിയാൽ കുറച്ചുകൂടി സൂപ്പറായി. മനസ്സിലായോ? അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് ഇപ്പോൾ ലാസ്റ്റ് ടീച്ചർ പറഞ്ഞത്. ഏതാ? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റിയ എൻ്റെ മക്കളെ അടിപൊളി. ഇല്ലെങ്കിൽ പാൻക്രിയാസ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് എഴുതിയാലും മാർക്ക് വരും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ: രോഗി ഈ അവസ്ഥയെ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗം, കാഴ്ച വൈകല്യം എന്നിവയിലേക്ക് നയിക്കാം. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെയാണ് എഴുതിയത്. ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ മാർക്ക് തരും. കാരണം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് കാഴ്ച വൈകല്യമാണ്, ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് വൃക്കകളെ ബാധിക്കുന്ന അവസ്ഥയാണ്. അപ്പം അത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെ ഇങ്ങനെ സിമ്പിളായി എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് വീഴും. അതായത് പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗം, കാഴ്ച വൈകല്യം മുതലായ അവസ്ഥകളിലേക്കത് ലീഡ് ചെയ്യാം എന്നെഴുതിയ എൻ്റെ മക്കൾക്ക് ഉറപ്പാണ് ഈ 2 മാർക്ക് കൂടി നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ടോട്ടൽ 6 മാർക്ക് ഇപ്പം തന്നെ കിട്ടിയില്ലേ? സിമ്പിളല്ലേ ചോദ്യങ്ങൾ? ടഫല്ല. ഇപ്പം വായിച്ച് ഇത്രയും ചോദ്യങ്ങൾ ടഫല്ല. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ മാത്രം ഒന്നും ഈ ചോദ്യങ്ങളിലില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത് 6ാമത്തെ ചോദ്യം: കൂടുതൽ ഫലപ്രദമായ രോഗചികിത്സയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രം, പരിണാമം, ജനിതകശാസ്ത്രം തുടങ്ങിയ ജീവശാസ്ത്ര ആശയങ്ങളെ ഉപയോഗിക്കുന്നു. ചോദ്യം ഇതാണ്: ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ, പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ഉദാഹരണങ്ങൾ എഴുതുക. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഉത്തരം നോക്കാം നമുക്ക്. ബാക്ടീരിയകളോ വൈറസുകളോ മരുന്നുകളെ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ച് നിലവിലുള്ള ചികിത്സാ രീതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ രീതി സൃഷ്ടിക്കുകയോ ചെയ്യുന്നു. ജീനുകളും കുടുംബത്തിൻ്റെ ജനിതക പാരമ്പര്യവും പരിശോധിച്ച് പേഴ്സണലൈസ്ഡ് മെഡിസിൻ രൂപകൽപ്പന ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ് കൂടുതൽ ഫലപ്രദമായ രോഗചികിത്സയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രം, പരിണാമം, ജനിതകശാസ്ത്രം തുടങ്ങിയ ജീവശാസ്ത്ര ആശയങ്ങളെ ഉപയോഗിക്കുന്നു. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ വേണം എൻ്റെ മക്കൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയല്ലോ. ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ, പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ചോദ്യത്തെ വിശദീകരിച്ചെഴുതിയാൽ 2 മാർക്ക് കിട്ടും.
ഇനി ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ഈ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ മിസ്സായി പോയിട്ടുണ്ടാവും. പക്ഷെ അടുത്തൊരു തവണ ഇതേ മോഡൽ ഒരു ചോദ്യം വരുമ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് 7ാമത്തെ ചോദ്യം. കടൽ തീരത്ത് നിൽക്കുകയായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് അതിശക്തമായ തിരമാലകളിൽ പെട്ടതായി തീരത്ത് നിന്ന് ഒരാൾ കണ്ടു. രണ്ടാമതൊന്നും ആലോചിക്കാതെ കുട്ടിയെ രക്ഷിക്കാൻ അയാൾ വെള്ളത്തിലേക്ക് ചാടി. ഈ അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തന സജ്ജമായ ഹോർമോൺ ഏത്? സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. പ്രവർത്തന സജ്ജമായ ഹോർമോൺ ഏതാണ്? എപ്പിനെഫ്രിൻ ആണ്. ബി ക്വസ്റ്റ്യൻ, വേഗത്തിൽ പ്രവർത്തിക്കാനും സാഹചര്യത്തെ ഫലപ്രദമായി നേരിടാനും ഈ ഹോർമോൺ എപ്രകാരം സഹായിച്ചു? എങ്ങനെയാണ് ഈ ഹോർമോൺ പ്രവർത്തിച്ചത് എന്നാണ് 2ാമത്തെ ചോദ്യം. ഇത് ഈസിയാണ്, നിങ്ങൾക്ക് സിമ്പിളായി മാർക്ക് വീണിട്ടുണ്ടാകും. സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുക, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുക, ഹൃദയം, പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുക എന്നീ മെത്തേഡ്സിലൂടെ ഈ ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ സാഹചര്യം നേരിടാൻ നിങ്ങളെ സജ്ജമാക്കുകയും ചെയ്തു. ഈ ചോദ്യം ഈസിയാണ്, ഡയറക്റ്റ് ആണ്, 2 മാർക്ക് കയ്യിലിരിക്കേണ്ട ചോദ്യമാണ്. നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു തവണ അതില്ലാതിരിക്കാൻ ശ്രദ്ധാലുവായിരിക്കണം. ഓക്കെ, 8ാമത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ കാലിൻ്റെ സംവേദനക്ഷമതയും ചലനശേഷിയും പരിക്കിനെ തുടർന്ന് നഷ്ടപ്പെട്ടു. ഒരു സമ്മിശ്ര നാഡിക്ക് കേടുപാട് വന്നതാണ് ഇതിന് കാരണമെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞു. ഒരൊറ്റ സമ്മിശ്ര നാഡിക്ക് സംഭവിച്ച കേടുപാടുകൾ സംവേദനക്ഷമതയെയും ചലനശേഷിയെയും നഷ്ടപ്പെടാൻ കാരണമായത് എന്തുകൊണ്ട്? സമ്മിശ്ര ബാധയ്ക്ക് വന്ന എഫക്റ്റ് കൊണ്ട് ആ വ്യക്തിയുടെ കാലിൻ്റെ സംവേദനക്ഷമതയും ചലനശേഷിയും നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം നോക്കിക്കോളൂ. സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നതാണ് സമ്മിശ്ര നാഡി. എന്താണ് സമ്മിശ്ര നാഡി എന്ന് നിങ്ങൾ അവിടെ എഴുതിയിരിക്കണം, അതിന് മാർക്കുണ്ട്. അപ്പൊ സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നതാണ് സമ്മിശ്ര നാഡി. ഇതെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാൻ പറ്റുമല്ലോ. അത് പറ്റണം, പറ്റിയില്ലെങ്കിൽ ഇനിയെങ്കിലും പറ്റണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ടീച്ചർ എക്സാം കഴിഞ്ഞു പോയില്ലേ, ഇനി പറ്റിയിട്ട് എന്താ കാര്യം? മക്കളെ, ഇനിയും എക്സാം വരാൻ കിടക്കുകയാണ്. നിങ്ങളുടെ ഒറിജിനൽ എക്സാം കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഒറിജിനൽ വാല്യുവേഷൻ, നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന വാല്യുവേഷൻ കഴിഞ്ഞിട്ടില്ല. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ആ എക്സാം വരാൻ പോകുന്നതേ ഉള്ളൂ. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കെ, അതിനു വേണ്ടി പ്രിപ്പയർ ആയിരിക്കണം എൻ്റെ മക്കള്. അപ്പൊ നോക്കിക്കോളൂ, സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നതാണ് സമ്മിശ്ര നാഡി. ഇതിനുണ്ടാകുന്ന പരിക്ക് മൂലം സംവേദ പ്രേരക ആവേഗങ്ങളുടെ പ്രസരണം നഷ്ടപ്പെട്ട് ചലനവും സംവേദനവും സംഭവിക്കുന്നില്ല. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ടീച്ചർ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടീച്ചർ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഡൗട്ട്സ് ചോദിക്കാം. ഇനി ആർക്കെങ്കിലും നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കൂടി ചെയ്യാം. വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, വീഡിയോക്ക് ഒരു ഹൈപ്പ് തരിക. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക്. 9ാമത്തെ ചോദ്യം. ഒരു ചിത്രീകരണം നൽകിയിരിക്കുന്നു. ആ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ടീച്ചർ എപ്പോഴും പറയുന്നതാണ്, ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും നിങ്ങൾക്ക് ബൈഹാർട്ടായിരിക്കണം. ചിത്രത്തെ ബേസ് ചെയ്ത് ഷുവറാണ് ചോദ്യം വരും. ടെക്സ്റ്റ് ബുക്കിലെ മുക്കും മൂലയും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം നോക്കുക, ചിത്രീകരണം തന്നിരിക്കുന്നു, അത് നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ ചോദ്യം, എ ക്വസ്റ്റ്യൻ, എ ബി എന്നിവ തിരിച്ചറിയുക. എന്താണ് എ? ന്യൂറോ സെക്രീറ്ററി കോശങ്ങളാണ് എ. എന്താണ് എ? ന്യൂറോ സെക്രീറ്ററി കോശങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്, തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. ന്യൂറോ സെക്രീറ്ററി കോശങ്ങളാണ് എ എന്ന് പറയുന്നത്. എന്താണ് ബി? ഹൈപ്പോതലാമസ് ആണ് ബി. ഹൈപ്പോതലാമസ് ആണ് ബി. എ എന്ന് പറയുന്നത് ന്യൂറോ സെക്രീറ്ററി കോശങ്ങളും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ബി സൂചിപ്പിക്കുന്ന ഗ്രന്ഥി സി എന്ന ഭാഗത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ? അതായത് ഗ്രന്ഥി തിരിച്ചറിഞ്ഞാലേ ഇവിടെ ബാക്കിയുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആൻസർ കിട്ടണമെങ്കിൽ ഗ്രന്ഥികൾ അറിയണം. ബി എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോതലാമസ് ആണ്. സി എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പൊ ഇനി എങ്ങനെ ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. എങ്ങനെ? ഹൈപ്പോതലാമസിൽ നിന്നുള്ള റിലീസിംഗ് ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഹൈപ്പോതലാമസ്
ഹൈപ്പോതലാമസിൽ നിന്നുള്ള റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. കിട്ടിയല്ലോ, ആൻസർ മനസ്സിലായല്ലോ. ദെൻ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, ബി ക്വസ്റ്റ്യൻ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രകാശ സംവേദനക്ഷമതയുള്ള ഒരു വർണ്ണകമാണ് ഫൈറ്റോക്രോം. സസ്യങ്ങളിൽ കാണുന്ന പ്രകാശം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വർണ്ണകമാണ് ഫൈറ്റോക്രോം. ഈ വർണ്ണകം നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് ഫൈറ്റോക്രോം ഉണ്ടാകുന്നത്? എ ക്വസ്റ്റ്യൻ അതാണ്. ഉത്തരം കാണ്ഡാഗ്രഭാഗത്തെ വിരിഞ്ഞ ഇലകളിൽ. കാണ്ഡാഗ്രത്തിന്റെ ഷൂട്ടിന്റെ ഏറ്റവും അറ്റത്തെ, തണ്ടിന്റെ ഏറ്റവും അറ്റത്തെ വിരിഞ്ഞ ഇലകളിലാണ് ഫൈറ്റോക്രോം എന്ന വർണ്ണകം നിർമ്മിക്കപ്പെടുന്നത്. ബി ക്വസ്റ്റ്യൻ. സസ്യങ്ങളിൽ ഈ വർണ്ണകത്തിന്റെ പ്രാധാന്യം എന്ത്? സസ്യങ്ങളിൽ എന്തിനാണ് ഫൈറ്റോക്രോം എന്ന വർണ്ണകം? എന്തിനാണ്? ഫൈറ്റോക്രോം വഴി ദിനരാത്രങ്ങളുടെ ദൈർഘ്യം മനസ്സിലാക്കുകയും പൂവിടാൻ പ്രേരിപ്പിക്കുന്നതിനായി കാണ്ഡാഗ്രത്തിലേക്ക് ഉദ്ദീപന സന്ദേശം അയക്കുകയും ചെയ്ത് പൂവിടൽ നിയന്ത്രിക്കുന്ന ജീനുകളെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ഈ വർണ്ണകത്തിന്റെ, ഫൈറ്റോക്രോമിന്റെ പ്രാധാന്യം. കിട്ടിയല്ലോ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത് അതിലേക്ക് നിങ്ങൾക്ക് അതുമാത്രം നന്നായിട്ട് എഴുതുക. ഓക്കെ, വെറുതെ രണ്ടിലും കൈവച്ച് സമയം കളയണ്ട. നന്നായിട്ട് ഒന്ന് അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ നന്നായിട്ട് അറിയാവുന്ന സാധനം കൃത്യമായിട്ട് എഴുതി വെക്കുക. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. അന്തസ്രാവി ഗ്രന്ഥികളുടെ തകരാറുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി നിങ്ങളുടെ ഹോർമോണുകളെ അറിയുക എന്നൊരു പ്രദർശനം നിങ്ങളുടെ ക്ലാസ് ഏറ്റെടുക്കുന്നു. 1ാമത്തെ ചോദ്യം, എ ക്വസ്റ്റ്യൻ. ഇത്തരം പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നത് കുട്ടികളിൽ അനുകമ്പയും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്താൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദീകരിക്കുക. സിമ്പിളാണ് ചോദ്യം. എന്താണ്? ഹോർമോൺ തകരാറുകളെക്കുറിച്ചും അതിനുള്ള കാരണങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ അത്തരത്തിൽ രോഗം ബാധിച്ചവരോട് നമുക്ക് അനുകമ്പ പ്രദർശിപ്പിക്കാൻ പറ്റും. മീൻസ് അനുകമ്പ പ്രകടിപ്പിക്കാൻ കഴിയും. ഓക്കെ, അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാൻ സാധിക്കും. അതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പം ഇത്തരം പ്രദർശനങ്ങൾ ചെയ്യുന്നതിലൂടെ ഹോർമോൺ തകരാറുകളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി അത്തരം രോഗികളോട് നമുക്ക് അനുകമ്പ പ്രകടിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരെ കരുതലോടെ കൂടെ കൂട്ടാൻ വേണ്ടി സാധിക്കും. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഹോർമോൺ അസന്തുലിതാവസ്ഥയുള്ള ആളുകളോട് അനുകമ്പയും അവബോധവും രൂപപ്പെടുത്തുന്നതിന് ഏതെങ്കിലും 2 അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ചികിത്സാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാം, അല്ലെങ്കിൽ പാലിയേറ്റീവ് സെന്ററുകൾ സന്ദർശിക്കാം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നുന്ന ഏതെങ്കിലും 2 പോയിന്റ്, റെലവൻ്റായ എനി 2 പോയിന്റ്സ് എഴുതിയാൽ മതി. അവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായല്ലോ? ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ കൂടുതൽ സംഘടിപ്പിക്കാം എന്നെഴുതിയാലടക്കം മാർക്ക് വീഴും മക്കളെ. അതുകൊണ്ട് ഈസി ആയിരുന്നു ആ ചോദ്യം. ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്തിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ഓക്കെ, ശ്രദ്ധിക്കണം. പല ആവർത്തി ചോദ്യങ്ങൾ വായിക്കണം. 11ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തുടർച്ചയായ ചുമ, നെഞ്ചുവേദന, ശരീരഭാരം കുറയൽ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഇപ്പം തന്നെ കിട്ടി, കാരണം തുടർച്ചയായ ചുമയിൽ തന്നെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും. 1ാമത്തെ ചോദ്യം. രോഗം, രോഗകാരി എന്നിവ തിരിച്ചറിഞ്ഞ് എഴുതുക. രോഗം ഏതാണ്? ക്ഷയം, അല്ലേ? ക്ഷയം അഥവാ ട്യൂബർകുലോസിസ്. ഏതാണ് രോഗകാരി? ടീച്ചർ അത് അവിടെ കൊടുക്കാൻ വിട്ടുപോയി. ഏതാണ് രോഗകാരി? ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ. കൃത്യമായിട്ട് എഴുതണം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ. വെറും ട്യൂബർകുലോസിസ് എന്ന് മാത്രം കൊടുത്താൽ പോരാ കേട്ടോ. ബ്രാക്കറ്റിൽ ടീച്ചർ കൊടുത്ത പോലെ ട്യൂബർകുലോസിസ് എന്ന് മാത്രം കൊടുത്താൽ പോരാ. കാരണം ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് ടേം മാത്രം കൺസിഡർ ചെയ്യും ചിലപ്പോൾ വാലുവേഷൻ ടൈമിൽ. നിങ്ങൾ എന്ത് എഴുതണം? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ എന്നെഴുതിയാൽ നിങ്ങളുടെ 1 മാർക്ക് പോലും, 1/2 മാർക്ക് പോലും എവിടെയും നഷ്ടപ്പെടില്ല. അടുത്ത ചോദ്യം. ഈ രോഗത്തിൻ്റെ പ്രതിരോധം, ചികിത്സ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുക. പ്രതിരോധം ഏതാണ്? വാക്സിനാണ്. ഏത് വാക്സിൻ? BCG വാക്സിൻ. എന്താണ് ചികിത്സാ രീതി? ഡോട്ട്സ് ആണ്, അല്ലേ? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന ഡോട്ട്സ് ആണ് ചികിത്സാ രീതി. അതായത് വിവിധ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദീർഘകാല ചികിത്സയാണ് ഡോട്ട്സ്. കിട്ടിയല്ലോ? ഇനി 11ാമത്തത് തന്നെ ബി ക്വസ്റ്റ്യൻ, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ ഭാഗം എടുക്കുമ്പോൾ ടീച്ചർ പറഞ്ഞാണ് ഇത് ചോദ്യ സാധ്യതയുള്ള ഒരു ഭാഗമാണ് എന്ന്. ഓക്കെ, അപ്പോൾ ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. ചിത്രീകരണം ഏത് പ്രക്രിയയെ സൂചിപ്പിക്കുന്നു?
എന്തായാലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് ഇസ് ഫാഗോസൈറ്റോസിസ്. ഇതെന്താണ്? ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനമാണ്, അതായത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം. ബി ക്വസ്റ്റ്യൻ, എ ബി എന്നീ ഭാഗങ്ങൾക്ക് പ്രക്രിയയിലുള്ള പങ്ക് എന്ത്? എ എന്താണ്? ലൈസോസോമാണ്. ബി എന്താണ്? ഫാഗോസോം അല്ലേ? അപ്പോൾ ഫാഗോസൈറ്റോസിസിലെ എ ബി എന്നീ ഭാഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? ലൈസോസോമിലെ എൻസൈമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാഗോസോമിനെ നശിപ്പിക്കുന്നു. ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? എയും ബിയും തമ്മിൽ കൂടി യോജിപ്പിച്ച്, അല്ലെ എയും ബിയും തമ്മിൽ കൂടിച്ചേർന്ന് ലൈസോസോമും ഫാഗോസോമും തമ്മിൽ കൂടിച്ചേർന്ന് ഫാഗോ ലൈസോസോം ഉണ്ടാവുകയും ലൈസോസോമിലെ ഡൈജസ്റ്റീവ് എൻസൈമുകൾ ആ രോഗകാരികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നെഴുതിയാലും മതി. ഫാഗോസൈറ്റോസിസ് പഠിച്ചൊരു കുട്ടി കൃത്യമായിട്ട് ഈ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിത്രം നൽകിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് ഇത്തവണത്തെ ചോദ്യപേപ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതേ പാറ്റേൺ ഒറിജിനൽ നമ്മുടെ SLC എക്സാമിനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ബി സീരിയസ്, നന്നായിട്ട് പഠിക്കുക. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ടഫായിരുന്നു ബയോളജി എക്സാം എന്ന്. മനസ്സിലാക്കിയ ഒരു പഠിച്ച കുട്ടികൾക്ക് ഇത് ടഫ് ആവില്ല. കാരണം ടഫ് ആവാൻ മാത്രം ടഫസ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ് മക്കളെ. അത്രയും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ എൻ്റെ മക്കൾക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ടീച്ചർ പറയുന്നു, നമ്മുടെ റിവിഷൻ ബാച്ച് ഉണ്ട്. റിവിഷൻ ബാച്ചിൽ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാകും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 3 മാർക്ക് വീതം കൊടുത്തിട്ടുണ്ട്. 12ാമത്തെ ചോദ്യം, ഒരു ചിത്രം വീണ്ടും കൊടുത്തിരിക്കുന്നു. ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 3 ഭാഗങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു, A B C. നോക്കിക്കോ, A B C എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളുടെ തകരാറ് മൂലമാണ് ഒരാളുടെ ശരീര തുലനാവസ്ഥ നഷ്ടപ്പെടുന്നത്? ചോദ്യം ഡയറക്റ്റ് ആണ്. ശരീര തുലനാവസ്ഥ നഷ്ടപ്പെടുന്നത് ഏത് ഭാഗത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്? ഉത്തരം എയും ബിയും. അതായത് അർദ്ധവൃത്താകാര കുഴലുകളുടെയും വെസ്റ്റിബ്യൂളുകളുടെയും തകരാറ്. അർദ്ധവൃത്താകാര കുഴലുകളുടെയും വെസ്റ്റിബ്യൂളുകളുടെയും തകരാറ്. സി എന്ന ഭാഗം ഏതാണ്? കോക്ലിയാണ് അല്ലേ? കോക്ലിയൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്തിനെ അഫക്റ്റ് ചെയ്യുക? നിങ്ങളുടെ കേൾവി ശക്തിയാണ് ബാധിക്കുക, അല്ലാതെ ശരീര തുലനാവസ്ഥയെ ബാധിക്കില്ല. അപ്പം എയും ബിയും ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുകളും ഇവയുടെ തകരാറ്. അടുത്തത്, ശരീര തുലനാവസ്ഥ പാലിക്കുന്നതിൽ ഈ ഭാഗങ്ങളുടെ പങ്ക് എന്ത്? ഉത്തരം, തലയുടെ ചലനം മൂലം ഇവയിലെ രോമകോശഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെട്ട് ആവേഗം വെസ്റ്റിബുലാർ നാഡിയിലൂടെ സെറിബെല്ലത്തിലേക്ക് എത്തുകയും ശരീര തുലന നില സ്പാലനം നടക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ തല ചലിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള രോമകോശഗ്രാഹികളൊക്കെ ഉദ്ദീപിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ ഉണ്ടാവുകയും ആവേഗം വെസ്റ്റിബുലാർ നാഡിയിലൂടെ സെറിബെല്ലത്തിലേക്ക് എത്തുകയും ശരീര തുലന നില പാലനം നടക്കുകയും ചെയ്യുന്നു. ഇത്രയും എഴുതിയ കുട്ടിക്ക് 1/2 മാർക്ക് പോലും മിസ്സായിട്ടുണ്ടാവില്ല. നെക്സ്റ്റ്, അടുത്ത ചോദ്യം ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ആന്തരകർണത്തിലെ ദ്രവചലനങ്ങളാണ് ശബ്ദം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്, ആന്തരകർണത്തിലെ ദ്രവചലനങ്ങളാണ് ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കുന്നത്. 1ാമത്തെ ചോദ്യം, ആന്തരകർണത്തിലെ ദ്രവങ്ങൾ ഏതെല്ലാം? സിമ്പിൾ ക്വസ്റ്റ്യൻ. ആന്തരകർണത്തിലെ ദ്രവങ്ങളാണ് എൻഡോലിംഫും പെരിലിംഫും. അതായത് കോക്ലിയക്കുള്ളിലെ ദ്രാവകങ്ങളാണ് ചോദ്യം. അത് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. കോക്ലിയക്കുള്ളിലെ ദ്രവകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാതെ ആന്തരകർണത്തിലെ ദ്രവങ്ങൾ ഏതൊക്കെയെന്ന് ചോദ്യം വന്നു. അപ്പോൾ എൻഡോലിംഫും പെരിലിംഫും. നെക്സ്റ്റ്, ആന്തരകർണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? അർദ്ധവൃത്താകാര കുഴലുകൾ എല്ലാം വരും കേട്ടോ, അതും കൂടെ ഓർമ്മിക്കണേ. ഇനി ബി ക്വസ്റ്റ്യൻ, ഈ ദ്രവങ്ങളുടെ ചലനം ശബ്ദം തിരിച്ചറിയുന്നതിനുള്ള ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുക. ഈ ദ്രവങ്ങളുടെ ചലനം മൂലം ശബ്ദഗ്രാഹികളായ രോമകോശങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെട്ട് ആവേഗങ്ങൾ ഏതിലൂടെ പാസ് ചെയ്യും? ശബ്ദനാഡി വഴി എവിടെ എത്തിച്ചേരും? നിങ്ങളുടെ തലച്ചോറിലെ സെറിബ്രത്തിലേക്ക് എത്തിച്ചേരുകയും നിങ്ങൾ ശബ്ദം അറിയുകയും ചെയ്യുന്നു, നിങ്ങൾ കേൾവി അനുഭവിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈ ദ്രവങ്ങളുടെ ചലനം മൂലം ശബ്ദഗ്രാഹികളായ രോമകോശങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെട്ടു. ആവേഗം ശബ്ദനാഡി വഴി എങ്ങോട്ട് പോയി? സെറിബ്രത്തിലേക്ക് പോയി. ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, സോറി. അപ്പോൾ ആവേഗം ശബ്ദനാഡി വഴി എങ്ങോട്ട് പോയി? നിങ്ങളുടെ സെറിബ്രത്തിലേക്ക് പോയി. ശബ്ദം നിങ്ങൾക്ക് അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ശ്രവണത്തിന് സഹായിച്ചു. കിട്ടിയേ? നെക്സ്റ്റ്, 13ാമത്തെ ചോദ്യം,
ഒരു ശാസ്ത്രജ്ഞൻ കോശത്തിലെ 2 വ്യത്യസ്ത പ്രക്രിയകൾ നിരീക്ഷിക്കുന്നു. ഒന്നാമത്തെ പ്രക്രിയയിൽ എൻസൈമുകൾ DNA-യിൽ നിന്ന് ഒരു സന്ദേശ തന്മാത്രയെ രൂപപ്പെടുത്തുന്നു. രണ്ടാമത്തെ പ്രക്രിയയിൽ ഈ സന്ദേശ തന്മാത്ര റൈബോസോമിൽ എത്തുകയും ഒരു ഉൽപ്പന്നം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്നുകൂടെ വായിക്കാം. ഒന്നാമത്തെ പ്രക്രിയയിൽ എൻസൈമുകൾ DNA-യിൽ നിന്ന് ഒരു സന്ദേശ തന്മാത്രയെ രൂപപ്പെടുത്തി. രണ്ടാമത്തെ പ്രക്രിയയിൽ ഈ സന്ദേശ തന്മാത്ര റൈബോസോമിൽ എത്തുകയും ഒരു ഉൽപ്പന്നം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, പ്രക്രിയകളുടെ പേരെഴുതുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത് ശരിക്കും. ഓക്കെ, പ്രക്രിയകളുടെ പേരെഴുതുക. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ഏതൊക്കെയാണ് പ്രക്രിയകൾ? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ഏതൊക്കെയാണ് പ്രക്രിയ? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ഒരു മാർക്ക് കിട്ടിയേ. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പ്രക്രിയയിൽ രൂപപ്പെടുന്ന സന്ദേശ തന്മാത്രകളുടെ പ്രാധാന്യം എന്ത്? അതിനകത്ത് ഉത്തരം, അതിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രക്രിയ എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷനിൽ എന്തിനാണ്? പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശം അടങ്ങിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുക. രണ്ടാമത്തെ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുക. എന്താണ്? mRNA റൈബോസോമിലെത്തും. tRNA നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കും. rRNA അമിനോ ആസിഡുകളുടെ ബോണ്ടിങ്ങിന് സഹായിക്കും. അങ്ങനെ പ്രോട്ടീൻ ഉണ്ടാകും. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. mRNA റൈബോസോമിലെത്തും. tRNA നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുവരും. rRNA അമിനോ ആസിഡുകളുടെ ബോണ്ടിങ്ങിന് അതിനെ കൂട്ടിച്ചേർക്കാൻ സഹായിക്കും. അങ്ങനെ പ്രോട്ടീൻ ഉണ്ടാകും. ഇതാണ് ട്രാൻസ്ലേഷൻ്റെ വിവിധ ഘട്ടങ്ങൾ. രണ്ടാമത്തെ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കിക്കോളുക, നന്നായിട്ട് പഠിച്ചോളുക. ഈ ഭാഗത്ത് അടുത്ത എക്സാമുകൾക്കും നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 14, മനുഷ്യരിലെ ഗന്ധം തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് മീൻസ് 3 ചോദ്യങ്ങൾ തന്നിരിക്കുന്നു, അവ നോക്കാം. ചോദ്യം എന്താണ്? ഗന്ധത്തിൻ്റെ ആവേഗങ്ങളെ തലച്ചോറിലേക്ക് വഹിക്കുന്ന നാഡി ഏത്? ഗന്ധത്തിൻ്റെ ആവേഗങ്ങളെ തലച്ചോറിലേക്ക് വഹിക്കുന്ന നാഡി ഏത്? ഈസി ചോദ്യം. ഗന്ധനാഡി എന്നെഴുതിയാൽ 1 മാർക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾ എങ്ങനെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്കിത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഗന്ധത്തിൻ്റെ ആവേഗങ്ങളെ തലച്ചോറിലേക്ക് വഹിക്കുന്ന നാഡിയാണ് ഗന്ധനാഡി. 1 മാർക്ക് കിട്ടി. ദെൻ, ഗന്ധം തിരിച്ചറിയുന്നതിൽ ശ്ലേഷ്മസ്തരത്തിൻ്റെ പങ്ക് എന്താണ്? ശ്ലേഷ്മസ്തരം സ്രവിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ ഗന്ധതന്മാത്രകൾ ലയിക്കുമ്പോൾ അതിലെ ഗന്ധഗ്രാഹികൾക്ക് ഉദ്ദീപനം സംഭവിക്കുന്നു. അപ്പോൾ ഗന്ധം തിരിച്ചറിയുന്നതിൽ എന്താണ് ശ്ലേഷ്മസ്തരത്തിൻ്റെ പങ്ക്? ശ്ലേഷ്മസ്തരം എന്ത് ചെയ്യുന്നു? ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ശ്ലേഷ്മത്തിൽ ഗന്ധതന്മാത്രകൾ ലയിക്കുന്നു. അപ്പോൾ ഗന്ധഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഉത്തരം. അടുത്തത് സി ക്വസ്റ്റ്യൻ. ഗന്ധഗ്രാഹികൾ ഗന്ധം തിരിച്ചറിയാൻ എങ്ങനെ സഹായിക്കുന്നു? ഉത്തരം, ആവേഗങ്ങൾ ഗന്ധനാഡിയിലൂടെ മസ്തിഷ്കത്തിലെ ഗന്ധകേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ മണം അറിയുന്നു. ഗന്ധഗ്രാഹികൾ ഗന്ധത്തിന് കാരണമാകുന്ന തന്മാത്രകൾ വരുന്ന സമയത്ത് ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. ഉദ്ദീപിപ്പിക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ആവേഗങ്ങൾ ഗന്ധനാഡി വഴി മസ്തിഷ്കത്തിലെ ഗന്ധകേന്ദ്രത്തിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ മണം അറിയുന്നു. ഈസി ആയിരുന്നു ഈ ചോദ്യം. 3 മാർക്ക് സിമ്പിളായി നിങ്ങളുടെ കയ്യിലിരിക്കും. 15ാമത്തെ ചോദ്യം, 15 ബി ക്വസ്റ്റ്യൻ ആണ്. 14 ബി. രുചിമുകുളങ്ങളുടെ ഘടന, ധർമ്മം എന്നിവയും രാസഗ്രാഹികളും അടിസ്ഥാനപ്പെടുത്തി തന്നിരിക്കുന്ന പ്രസ്താവനയ്ക്ക് ശാസ്ത്രീയ വിശദീകരണം എഴുതുക. ഉമിനീരാണ് രുചിയുടെ മാധ്യമം. സൂചനകൾ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഉമിനീരും രാസഗ്രാഹികൾ, ആവേഗം, രുചി, ഇത്രയും ഓപ്ഷൻസ്, അതായത് ഇത്രയും സൂചകങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഉത്തരം നോക്കുക. രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ, അതായത് രുചി അറിയാൻ കാരണമാകുന്ന പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ച് രുചിമുകുളങ്ങളിലെ രാസഗ്രാഹികളെ ഉത്തേജിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉദ്ദീപിപ്പിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ആവേഗങ്ങൾ നാഡിയിലൂടെ മസ്തിഷ്കത്തിൻ്റെ കേന്ദ്രത്തിലെത്തുകയും രുചി കേന്ദ്രത്തിലെത്തുകയും രുചി അറിയുകയും ചെയ്യുന്നു. ഇത്രേ എഴുതണ്ടു.
എത്ര മാർക്ക് നിങ്ങളുടെ കയ്യിലിരുന്നു മക്കളെ? അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം കുറച്ച് തവണ പല ആവർത്തി വായിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം തോന്നും ഇത് ടഫാണ് എന്ന്, പക്ഷേ സിമ്പിൾ ആയിരിക്കും. ചോദ്യം നന്നായിട്ട് വായിക്കുക. ആ പ്രാക്ടീസ് ഇപ്പോഴേ നിങ്ങൾ ശീലിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആനുവൽ എക്സാം ആകുമ്പോഴത്തേക്ക് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം. രുചി അറിയേണ്ട പദാർത്ഥങ്ങളെ ഉമിനീരിൽ ലയിക്കുന്നു, രുചിമുകളത്തിലെ രാസഗ്രാഹികളെ ഉത്തേജിപ്പിക്കുന്നു, അപ്പോഴുണ്ടാകുന്ന ആവേഗങ്ങൾ നാഡിയിലൂടെ മസ്തിഷ്കത്തിൻ്റെ രുചികേന്ദ്രത്തിലേക്ക് എത്തുന്നു, രുചി അറിയുന്നു. കിട്ടിയേ? നെക്സ്റ്റ് 15ാമത്തെ ചോദ്യം. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഒന്നാമത്തത് ചിത്രം പകർത്തി വരയ്ക്കുക. പകർത്തി വരച്ച 1 മാർക്കായി. ഇനി ചിലർ പറയും, ടീച്ചറെ എൻ്റെ ചിത്രം വളരെ മോശമാണ്, ഞാൻ എങ്ങനെ വരക്കും? മക്കളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. വേറെ ആരോടും പറയണ്ട കേട്ടാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എന്നാണെന്നറിയോ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ സ്വന്തമല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സ്കൂളിൽ തിരിച്ചു കൊടുക്കണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിന് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാവുന്നതാണ്. അതിന് ഇത്രയേ ടീച്ചർക്ക് ഇനി പറഞ്ഞുതരാൻ പറ്റൂ, ഇതിൽ കൂടുതൽ പറഞ്ഞുതരാൻ പറ്റൂല. ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ആൻസർ ഷീറ്റ് വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് അമർത്തി വരയ്ക്കുക. എന്നിട്ട് ആ വരയിലൂടെ സമയം കുറച്ച് ചിലവാകും, പക്ഷെ അതിനനുസരിച്ച് സ്പീഡപ്പ് ആക്കണം. അതിനുശേഷം ഇതിന് മുകളിലേക്കൂടെ പെൻസിലായിട്ട് ലൈറ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ട്രേസ് ചെയ്യാം. അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്താ പറയുക, കാണുമല്ലോ നമുക്ക് ഏകദേശം അടയാളം, അതിലൂടെ വരയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ചിത്രം വരയ്ക്കാൻ വളരെ വീക്കായ കുട്ടികൾ ആ രീതിയിൽ നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 10 തവണ ജസ്റ്റ് വരച്ച് പഠിച്ചാൽ തന്നെ ഇത് നമുക്ക് പറ്റുമോ? അതിനും മാത്രം ചിത്രകാരനും ചിത്രകാരിയൊന്നും ആവണം എന്നില്ല. ഓക്കെ, നിങ്ങൾക്കിത് പറ്റാവുന്ന ചിത്രമൊക്കെ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ചിത്രം പകർത്തി വരച്ചാൽ 1 മാർക്ക് കിട്ടി. അതാർക്കും മിസ്സാവില്ല, ആർക്കും മിസ്സാവരുത്. അപ്പോൾ നിങ്ങൾ പറയും, ടീച്ചറെ എനിക്ക് വരക്കാൻ അറിയില്ല എന്ന് പറയുന്നവർ, തീരെ പറ്റില്ല എന്ന് പറയുന്നവർ ടീച്ചർ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇനി ബി ക്വസ്റ്റ്യൻ. എ, ബി എന്നീ ഭാഗങ്ങൾ തന്നിരിക്കുന്ന സൂചകങ്ങൾക്കനുസരിച്ച് പേരെഴുതി അടയാളപ്പെടുത്തുക. എ എന്ന ഭാഗം ക്ലൂ അടക്കം തന്നു. വെറുതെ എയും ബിയും ഇട്ട് കൊടുക്കുകയല്ല ചെയ്തത്. ക്ലൂ അടക്കം ഏത് ഭാഗമാണെന്ന് തിരിച്ചറിയാനുള്ള ക്ലൂ അടക്കം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. എ, പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്ന ഭാഗം. ഏതാണത്? ഐറിസ്. അപ്പോൾ എ എന്താണ്? ഐറിസ് എന്ന് എഴുതണം. ബി, ലെൻസിൻ്റെ ആകൃതി വ്യത്യാസപ്പെടുത്തുന്ന പേശി. ഏതാണ് ഉത്തരം? സീലിയറി പേശി. അപ്പോൾ എയും ബിയും കിട്ടി. ഇപ്പം ഐറിസും സീലിയറി പേശിയും. ഐറിസ് എന്താണ്? പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്ന ഭാഗമാണ്. ബി എന്താണ്? സീലിയറി പേശികളാണ്. സീലിയറി പേശികൾ ലെൻസിൻ്റെ ആകൃതി വ്യത്യാസപ്പെടുത്തുന്ന പേശികളാണ്. കിട്ടിയേ? ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? ഇത് രണ്ടും നിങ്ങൾ അടയാളപ്പെടുത്തണം കേട്ടോ, ചിത്രം വരച്ച് അടയാളപ്പെടുത്തണം. ഇനി സി ക്വസ്റ്റ്യൻ. എയിലെ പേശികൾക്ക് തകരാറ് സംഭവിച്ചാൽ തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളിന് എന്ത് സംഭവിക്കും? എ എന്ന പേശികൾ വർക്ക് ചെയ്യുന്നില്ല. അതായത് ഐറിസിലെ പേശികൾക്ക് തകരാറ് സംഭവിച്ചു. ഐറിസിൽ 2 തരം പേശികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? വലയ പേശികളും മറ്റും കാണപ്പെടുന്നത് ഐറിസിലാണ്. ഈ പേശികൾക്ക് തകരാറ് സംഭവിച്ചാൽ പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും കണ്ണിലേക്കെത്തുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ കണ്ണിന് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അപ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ കഴിയാതെ വരികയും കണ്ണിലേക്കെത്തുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കാനാകാതെ വരികയും ചെയ്യും. ഇങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ കയ്യിൽ ആ ക്വസ്റ്റ്യനിൽ നിന്നുള്ള 4 മാർക്കും കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിത് എഴുതിയിരിക്കണം. ഇനിയെങ്കിലും ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി കഴിഞ്ഞതിനെ കുറിച്ചിട്ട് അല്ലേ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ. പക്ഷെ നമുക്കിത് ഉപകാരപ്പെടും. എന്തിന്? നമുക്ക് വരാൻ പോകുന്ന എക്സാമുകൾക്ക്. മോഡൽ എക്സാം വരാനുണ്ട് അല്ലേ, നിങ്ങളുടെ ഒറിജിനൽ SLC എക്സാം വരാനുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനം ചെയ്യും ഈ അനാലിസിസ്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് യൂസ് ചെയ്യും എന്ന് കരുതുന്നു. അടുത്തത് 16ാമത്തെ ചോദ്യം. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ചിത്രം തന്നിട്ടുണ്ട്, ചോദ്യവും താഴെയുണ്ട്, നോക്കാം. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് തിരിച്ചറിയുക. ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. ഉത്തരം ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. കിട്ടിയേ 1 മാർക്ക് കിട്ടിയേ. അടുത്തത്, ഈ ഗ്രന്ഥിയിലെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന 2 തരം കോശങ്ങളുടെ പേരെഴുതുക. 2 തരം കോശങ്ങളാണ് തൈറോയിഡ് ഗ്രന്ഥിയിലുള്ളത്. ഏതൊക്കെയാണ്? ഫോള്ളിക്കുലാർ കോശങ്ങളും പാരാഫോള്ളിക്കുലാർ കോശങ്ങളും. അടുത്ത 1 മാർക്കും കൂടെ കിട്ടിയില്ലേ? 2 മാർക്കായി ഇപ്പോൾ. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഫോള്ളിക്കുലാറും പാരാഫോള്ളിക്കുലാറുമാണ് ഇതിലുള്ള കോശങ്ങൾ. അടുത്ത ചോദ്യം. ശരീര താപനില, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണിൻ്റെ മറ്റ് 2 പ്രവർത്തനങ്ങൾ എഴുതുക.
അപ്പോൾ ശരീര താപനിലയും ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയണം. ഏതാണ്? തൈറോക്സിൻ എന്ന ഹോർമോണാണ്. അതിൻ്റെ മറ്റ് 2 പ്രവർത്തനങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുന്നു. ശരീര വളർച്ചയും വികാസവും, ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യം. ഇതൊക്കെയാണ് അതിൻ്റെ ധർമ്മങ്ങൾ. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. എഴുതിയാൽ മതി അവിടെ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ മാർക്കായി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി, ഫൊള്ളിക്കുലാറും പാരാഫൊള്ളിക്കുലാറും അതിലുള്ള കോശങ്ങൾ, ശരീര താപനില, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളാണ് നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്ക വികാസം, ശരീര വളർച്ചാ വികാസം, ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യം. ഏതെങ്കിലും 2 എഴുതുക. ദെൻ 17ാമത്തെ ചോദ്യം. ചിത്രത്തിൽ തന്നിരിക്കുന്ന 4 തരം വെളുത്ത രക്തകോശങ്ങളെ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക. ടീച്ചർ ഈ ഭാഗം എടുക്കുമ്പോഴേ പറഞ്ഞതാണ് ഇതിന് സ്കോപ്പ് ഉണ്ട് ചോദ്യം വരാൻ. കാരണം ഇതിൻ്റെ ന്യൂക്ലിയസിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇതിനെ തിരിച്ചറിയേണ്ടി വരും, WBCനെ തിരിച്ചറിയേണ്ടി വരും. അപ്പം അങ്ങനെ തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ചിത്രത്തിൽ തന്നിരിക്കുന്ന 4 വെളുത്ത രക്തകോശങ്ങളെ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക. ABCD കൊടുത്തിരിക്കുന്നു. കോശത്തിൻ്റെ പേരുകൾ നിരത്തി എഴുതാൻ തന്നിട്ടുണ്ട്. ധർമ്മങ്ങളും ഫില്ല് ചെയ്യാനുണ്ട്. നോക്കാം. ഒന്നാമത്തത് ഏതാണ്? A എന്ന് പറയുന്ന കോശം ഏതാണ്? ഈസിനോഫില്, B ന്യൂട്രോഫില്, C മോണോസൈറ്റ്, D ബേസോഫില്. ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓർഡറിൽ പറയാം. ഈസിനോഫില്, ന്യൂട്രോഫില്, മോണോസൈറ്റ്, ബേസോഫില്. ഈസിനോഫില്, ന്യൂട്രോഫില്, മോണോസൈറ്റ്, ബേസോഫില്. അടുത്തത് ധർമ്മം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 ധർമ്മം അവിടെ കൊടുത്തിരിക്കുന്നു. ഈസിനോഫിലിൻ്റെയും ന്യൂട്രോഫിലിൻ്റെയും ധർമ്മം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മോണോസൈറ്റിൻ്റെ ധർമ്മം, സിയുടെ താഴേതാ 5th വൺ, അതിൻ്റെ ധർമ്മം എഴുതണം. വിഴുങ്ങി നശിപ്പിക്കുന്നു, പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയും പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മോണോസൈറ്റിൻ്റെ ധർമ്മം എന്ന് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അറ്റ്ലീസ്റ്റ് വിഴുങ്ങി നശിപ്പിക്കുക എന്നെങ്കിലും എഴുതിയാൽ, അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്ന് എഴുതിയാൽ അവിടെ മാർക്ക് കിട്ടും. ഡി ഏതാണ്? ബേസോഫിലാണ്. ബേസോഫിലിൻ്റെ ധർമ്മം എന്താ? രക്തം കട്ടപിടിക്കാതെ തടയുന്ന ഹെപ്പാരിൻ, അതുപോലെ വീക്കമുണ്ടാക്കുന്ന ഹിസ്റ്റമിൻ എന്നിവയുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. അല്ലെങ്കിൽ ഹെപ്പാരിൻ, ഹിസ്റ്റമിൻ എന്നിവ ഉണ്ടാക്കുന്നു എന്നെഴുതിയാലും മതി. രക്തം കട്ടപിടിക്കാതെ തടയുന്ന ഹെപ്പാരിൻ, വീക്കമുണ്ടാക്കുന്ന ഹിസ്റ്റമിൻ എന്നിവയുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ആളാണ് ബേസോഫിൽ. കിട്ടിയേ? ബോസോഫിൽ എന്നല്ല, ബേസോഫിൽ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, കിട്ടിയല്ലോ. 17ാമത്തെ ചോദ്യം 3 മാർക്ക് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഈ ഭാഗത്ത് നിന്ന് വെറുതെ മാർക്ക് കിട്ടൂല. ഇത് കൃത്യമായി പഠിച്ച വ്യക്തിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 18ാമത്തെ ചോദ്യം 4 മാർക്കാണേ. രാത്രിയിൽ ഒരാൾ പുസ്തകം വായിച്ചിരിക്കെ പെട്ടെന്ന് വൈദ്യുതിക്ക് തടസ്സം നേരിട്ടു. കുറച്ച് നിമിഷത്തേക്ക് അയാൾക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. ചോദ്യം എ. ഇരുട്ടിൽ പ്രകാശഗ്രാഹികളിലെ ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉൽപ്പാദനത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രകാശത്തിലും വെളിച്ചത്തിലും അല്ലെങ്കിൽ ഇരുട്ടിലും ഗ്ലൂട്ടാമേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ചോദ്യം. ഇരുട്ടിൽ പ്രകാശഗ്രാഹികളിലെ ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉൽപ്പാദനത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം നോക്കുക. ഇരുട്ടിൽ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദനം തുടർച്ചയായി ഉണ്ടാകുന്നു. ഇരുട്ടിൽ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ബി. ഓൺ ബൈപോളാർ കോശങ്ങളിലും ഓഫ് ബൈപോളാർ കോശങ്ങളിലും തുടർന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇരുട്ടിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എങ്ങനെ എന്ന് എഴുതുക. നോക്കാം. ഓഫ് ബൈപോളാർ കോശങ്ങൾ സജീവമാവുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ആവേഗങ്ങൾ നേത്രനാഡി വഴി തലച്ചോറിലെത്തുകയും ഇരുട്ട് എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഓഫ് ബൈപോളാർ കോശങ്ങളാണ് സജീവമായത്. ഓൺ ബൈപോളാർ കോശങ്ങൾ അവിടെ ആക്റ്റീവ് അല്ല. എന്ന്. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ നോക്കിയേ. ആവേഗ പ്രസരണത്തിൽ ഗാംഗ്ലിയോൺ കോശങ്ങളുടെ പങ്ക് എന്ത്? ഉത്തരം. ഗാംഗ്ലിയോൺ കോശങ്ങൾ ബൈപോളാർ കോശങ്ങളിൽ നിന്ന് നേത്രനാഡിയിലേക്ക് സന്ദേശം കൈമാറുന്നു. ഗാംഗ്ലിയോൺ കോശങ്ങൾ എന്താ ചെയ്യുക? ബൈപോളാർ കോശങ്ങളിൽ നിന്ന് നേത്രനാഡിയിലേക്ക് സന്ദേശം കൈമാറുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ചോദ്യം, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് വൺ. സ്കൂളിലെ ഒരു ചടങ്ങിനിടെ ഒരു കുട്ടി വേദിയിലുള്ള വർണ്ണാഭമായ ലൈറ്റുകളെ നിരീക്ഷിക്കുന്നു. ഓരോ നിറവും വെവ്വേറെ തിരിച്ചറിയാൻ കുട്ടിക്ക് എളുപ്പത്തിൽ കഴിയുന്നുണ്ട്.
എ ക്വസ്റ്റ്യൻ, വ്യത്യസ്ത നിറങ്ങൾ തിരിച്ചറിയാൻ കുട്ടിയെ സഹായിച്ച റെറ്റിനയിലെ കോശങ്ങൾ ഏതൊക്കെ? അവയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏത്? ഏതൊക്കെയാണ് തിരിച്ചറിയാൻ സഹായിച്ച, വ്യത്യസ്ത കളർ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിച്ച കോശങ്ങൾ ഏതൊക്കെയാ? SML കോൺ കോശങ്ങൾ. അതായത് അല്ലേ, സ്മോൾ വേവ് ലെങ്ത്, മീഡിയം വേവ് ലെങ്ത്, ലാർജർ വേവ് ലെങ്ത് എന്നിവയെ, അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത്, ഷോർട്ട് വേവ് ലെങ്ത്, മീഡിയം വേവ് ലെങ്ത് എന്നിവയെ തിരിച്ചറിയാൻ കഴിയുന്ന കോൺ കോശങ്ങൾ. സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, SML കോൺ കോശങ്ങൾ. ഏതാണ് വർണ്ണകം? ഫോട്ടോപ്സിൻ എന്ന വർണ്ണകം. അപ്പോൾ വ്യത്യസ്ത നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ച റെറ്റിനയിലെ കോശങ്ങളാണ് SML കോൺ കോശങ്ങൾ. വർണ്ണകം ഫോട്ടോപ്സിൻ. അടുത്ത ചോദ്യം ബി ക്വസ്റ്റ്യൻ, ഈ കോശങ്ങളുടെ വ്യത്യസ്ത തരങ്ങൾ പല നിറങ്ങളെ തിരിച്ചറിയാൻ എങ്ങനെ സഹായിക്കുന്നു? അതായത് എങ്ങനെയാ വർണ്ണക്കാഴ്ച കിട്ടുന്നതെന്ന് നോക്കിക്കോ. പ്രകാശത്തിന്റെ തീവ്രതയും തരംഗദൈർഘ്യവും അനുസരിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 തരം കോണുകളും പല അനുപാതത്തിൽ ഉത്തേജിപ്പിക്കപ്പെടുകയും വർണ്ണക്കാഴ്ച സാധ്യമാവുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾ അവിടെ ഒന്ന് സൈറ്റ് ചെയ്യേണ്ടത് S നീല, M പച്ച, L ചുവപ്പ്. അതായത് ഷോർട്ട് വേവ് ലെങ്ത് നീല കളറിനെയും M മീഡിയം എന്ന് പറയുമ്പോൾ പച്ച നിറത്തെയും ലെങ്തിയർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് ചുവപ്പിനെയും സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങളൊന്ന് അവിടെ എവിടെയെങ്കിലും ഡിനോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്രകാശത്തിൻ്റെ തീവ്രതയും തരംഗദൈർഘ്യവും അനുസരിച്ച് വർണ്ണപ്രകാശം പതിക്കുന്ന സമയത്ത് 3 തരം കോൺകോശങ്ങളും പല അനുപാതത്തിലും ഉത്തേജിപ്പിക്കപ്പെടുകയും വർണ്ണക്കാഴ്ച സാധ്യമാവുകയും ചെയ്യുന്നു. ഇത്രയും എഴുതിയാൽ എൻ്റെ മക്കളെ ഇത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, സാരില്ല. ഇതല്ല നമ്മുടെ ലാസ്റ്റ് എക്സാം. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആനുവൽ എക്സാമിനെയാണ്. നിങ്ങൾക്കതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, എൻ്റെ ഗ്യാരണ്ടി, നിങ്ങൾക്കതിന് പറ്റും. എൻ്റെ ഗ്യാരണ്ടി 100%. കാരണം നിങ്ങൾക്കറിയാം, പോയിന്റ്സ് അറിയാം. അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഈ എക്സാമിന് വന്നത്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഒക്കെ സെറ്റാവും. ആനുവൽ എക്സാം ആകുമ്പോഴത്തേക്ക്, മോഡൽ എക്സാം ആകുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ ഫുള്ളായിട്ടും സെറ്റാവും. യു വിൽ ബി റെഡി ഫോർ ദ ടെസ്റ്റ്. നിങ്ങൾ എക്സാമിന് റെഡി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പലയാവർത്തി പലതും റിവൈസ് ചെയ്യുക, പിക്ചർ വരുന്ന ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, വീഡിയോക്ക് ഒരു ഹൈപ്പ് കൂടി നിങ്ങൾ തരിക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ മക്കളെ ഗുഡ് ബൈ. നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.